ഇന്ധനത്തിന്റെ അംശം കണ്ടെത്തിയ സ്ഥലവും ഒപ്പം ലോറിയുടെ ജാക്കി ഇന്നലെ കണ്ടെത്തിയ സ്ഥലവും ഉൾപ്പെടെ 4 ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടത്തിയത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പുറമെ നാവികസേനയും NDRFും ഇന്ന് തെരച്ചിലിനിറങ്ങി. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. ബൈജു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നു അവിടെ ഇപ്പോഴും. കുത്തൊഴുക്ക് കുറഞ്ഞു, 2 knots ആയിട്ടാണ് അവിടുത്തെ ഒഴുക്ക് കുറഞ്ഞത്. അത് അനുകൂല സാഹചര്യം എന്ന് പറയുമ്പോൾ പോലും മണ്ണിടിച്ചിലിൽ ഒഴുകിയെത്തിയ മണ്ണും കല്ലും മരങ്ങളും ഒക്കെ ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നു. ഡ്രഡ്ജർ എത്തിക്കുക എന്നതാണ് മാർഗം എന്ന് പറയുന്നു. എന്തൊക്കെ സാധ്യതകളാണ് തേടുന്നത്? നാളെ തെരച്ചിൽ ഉണ്ടാകുമോ? ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ച നിലയാണോ? രേണുക, തിരച്ചിൽ എന്തായാലും ദുഷ്കരമാണെന്ന് തന്നെയാണ് ഈ ദൗത്യസംഘം പറയുന്നത്. അപ്പോഴും വലിയ പ്രതീക്ഷയോടെ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ ഉള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ അല്പസമയം മുമ്പ് നേവി നടത്തിയ പരിശോധനയിൽ ചില ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് ഒരു സ്ഥിരീകരണമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ നേവി നടത്തിയ പരിശോധനയാണ് ഇത്തരത്തിൽ വസ്തുക്കൾ കിട്ടിയത്. പക്ഷേ അത് അർജുന്റേതല്ല എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, രാവിലെ ഇതേ സമാനമായ രീതിയിൽ ലോറിയുടെ ഒരു വസ്തു, അത്തരത്തിലുള്ള ഒരു വസ്തു കിട്ടിയിരുന്നു. അതും അർജുന്റെ ലോറിയുടേതായിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി നടത്തിയ തെരച്ചിൽ, അതായത് ഈശ്വർ മൽപ്പ നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ഒരു 3 വസ്തുക്കൾ ഈ അർജുന്റെ ലോറിയുടെ ലഭിച്ചത്. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഏതായാലും അർജുന്റെ ലോറിയുടെ ഏതെങ്കിലും അവശിഷ്ട ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇതുവരെ. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു. ഈശ്വർ മൽപ്പ 2 അംഗങ്ങളാണ് ഈശ്വർ മൽപ്പ ഉൾപ്പെടെ ഉള്ളത്. അതുകൂടാതെ നാവിയുടെ 2 മുങ്ങൽ വിദഗ്ധർ, ഒപ്പം SDRFും NDRFും ഫയർഫോഴ്സും ഒക്കെ ഈ തെരച്ചിലുണ്ട്. അപ്പോഴും പ്രതിസന്ധി ആകുന്നത് ഈ മൺകൂനിയും അതുപോലെ തന്നെ വലിയ മരം. നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചതാണ്. ഈ ചായക്കട, ലക്ഷ്മണന്റെ ചായക്കടയുടെ സമീപത്തുണ്ടായിരുന്ന വലിയൊരു മരം ആ പരിസരത്ത്, അതായത് മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ മാർക്ക് ചെയ്ത മാർക്ക് 4 അവിടെ ഉണ്ട്. ആ മരങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ദുഷ്കരമാണെന്നാണ് ഈ MLA അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തോതിലുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് നീക്കം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. അതിന് ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഒരു ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഗോവ സർക്കാർ അത് വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോഴും പ്രതിസന്ധി ഉള്ളത് റോഡ് മാർഗം അത് ഈ ശിരൂരിലേക്ക്, ഈ ഗംഗാവലി പുഴയ്ക്ക് സമീപം എത്തിക്കാൻ പറ്റില്ല എന്നതാണ്. കാരണം കൊങ്കൺ റെയിൽവേ മേൽപ്പാലം കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് എത്തിക്കാൻ അത് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിച്ച് അത് പുഴയിലൂടെ ഈ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നാളെ ഒരു പക്ഷേ തിരച്ചിൽ ഉണ്ടായേക്കില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. സ്വാതന്ത്ര്യദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് ഉദ്യോഗസ്ഥരൊക്കെ. അതുകൊണ്ട് തന്നെ നാളെ തിരച്ചിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു വിവരവും വരുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇന്ന് എത്ര മണിവരെ തിരച്ചിൽ തുടരുമെന്ന കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. വേണമെങ്കിൽ രാത്രിയും തിരച്ചിൽ തുടരുമെന്നാണ് MLA പറഞ്ഞത്. പക്ഷേ അപ്പോഴും എന്ത് സംവിധാനം ഉപയോഗിച്ചാണ് ഈ തെരച്ചിൽ ഇനി തുടരേണ്ടത് എന്നത് ഒരു വലിയ ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇപ്പോൾ ഈശ്വർ മൽപ്പ രാവിലെ 10 മണി മുതലാണ് തെരച്ചിൽ ആരംഭിച്ചത്. അദ്ദേഹം ഉച്ചവരെ 7 തവണ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയപ്പോഴും ഏതെങ്കിലും വസ്തുക്കൾ, അർജുന്റെ ലോറിയുടേതായ വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. നേവി നടത്തിയ പരിശോധനയിലാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിലൊരു വസ്തു ലഭിച്ചത്. അത് ലോറിയുടേതാണ്, പക്ഷേ അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. MLA KM അഷ്റഫ് MLAയും അത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. അപ്പോഴും ഈ യന്ത്ര സംവിധാനങ്ങളൊക്കെ എപ്പോൾ എത്തിക്കാൻ സാധിക്കും, വലിയ വിപുലമായ തിരച്ചിൽ എപ്പോൾ സാധിക്കുമെന്നത് ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ബൈജു, വലിയ പ്രതീക്ഷ കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇന്നലെ ആ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് തന്നെയായിരുന്നു ആ പ്രതീക്ഷ നൽകിയ ഘടകം. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന തെരച്ചിലിൽ പ്രത്യേകിച്ച് അർജുന്റെ വാഹനത്തിന്റേതെന്ന് കരുതുന്ന ഒന്നും തന്നെ കണ്ടെത്താനാകുന്നില്ല. മാത്രവുമല്ല, നിരവധി പ്രതിസന്ധികൾ ഉണ്ട് എന്ന വിവരം കൂടി വരികയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാണ്? ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോഴും സ്വന്തം നിലയിൽ അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടോ? രാവിലെ നേവിയുടെയും NDRFിന്റെയും ഒക്കെ സംഘാംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ തെരച്ചിലിൽ ഏർപ്പെടുന്നുണ്ടോ? തീർച്ചയായും തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. അതിനിടയിൽ ഇപ്പോൾ ഒരു കയർ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയതായി നമുക്കിപ്പോൾ നൽകാനുള്ള വിവരം. അത് ഈ ലോറിയുടെ ഈ മരം കെട്ടിവെച്ച കയറാണോ എന്നതാണ്. അതാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അത് സംബന്ധിച്ച് ഇപ്പോൾ പരിശോധന ഏതായാലും നടക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വസ്തുക്കൾ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിൽ അത് ഏതായാലും ലോറി പൂർണ്ണമായും
കണ്ടെത്തുകയോ പുറത്തെടുക്കുകയോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള തെരച്ചിലിലേക്ക് കാര്യങ്ങൾ. ബൈജു, അപ്പോൾ നേരത്തെ KM അഷ്റഫും MLA യും ഒക്കെ സംസാരിക്കുമ്പോൾ ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഈ മരങ്ങൾ നീക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുള്ള സാധ്യത തേടുന്നുണ്ടോ? തീർച്ചയായും എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് MLA അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും അതിനൊരു ഏകോപന കുറവുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയേണ്ടി വരും. കാരണം ജില്ലാ ഭരണകൂടം ഒരു ഭാഗത്ത് അത്രത്തോളം സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അത് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 8 മണിക്ക് ഈശ്വർ മൽപ്പ എത്തിയപ്പോൾ തെരച്ചിലായി അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായപ്പോൾ അത് ജില്ലാ ഭരണകൂടം തടയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് 10 മണിക്ക് അദ്ദേഹം സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്തുന്ന രീതിയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. 12 മണിക്ക് ശേഷമാണ് കലക്ടറും SP-യും ഈ സംഭവ സ്ഥലത്ത് പിന്നീട് എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. മഴയൊക്കെ മാറി നല്ല വെയിൽ ഉള്ള ഒരു കാലാവസ്ഥ. പുഴയിലെ നീരൊഴുക്കാണെങ്കിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 2 നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇനിയും കുറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലത്തേക്കാളും വലിയ തോതിൽ വെള്ളം ഇതിൽ കുറഞ്ഞിട്ടുണ്ട്, ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്, അടിയൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് മൺകൂനുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്തുക, അതിനൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർ അവരുടെ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക. ഇത്തരത്തിലൊരു തെരച്ചിലാണ് വേണ്ടതെങ്കിലും വളരെ പരിമിതമായ ഒരു സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള പ്രതിസന്ധികൾ വീണ്ടും ഉണ്ടാവുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഇന്നലെ കുടുംബം ഉൾപ്പെടെ കാത്തിരുന്നു ഇന്നത്തെ തെരച്ചിൽ. നേവി ഉൾപ്പെടെ ഇറങ്ങും എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്തായാലും സർവ്വസന്നാഹങ്ങളും അവിടെ എത്തിയെങ്കിൽ പോലും ആ നിലയിൽ പ്രതീക്ഷിച്ചതുപോലെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിന് ഈ ഒഴുകിയെത്തിയ മണ്ണും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നത് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ച് അവ മാറ്റിയാൽ മാത്രമേ കൂടുതൽ കാര്യമായ തെരച്ചിൽ അവിടെ സാധ്യമാകൂ എന്നതാണ് അവസ്ഥ. ബൈജു, കുടുംബാംഗങ്ങൾ പൂർണ്ണ തോതിൽ തെരച്ചിൽ നടന്നില്ല എങ്കിൽ പ്രതിഷേധിക്കാൻ ഉള്ള ചില തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്തിരുന്നതാണ്. പക്ഷെ തെരച്ചിൽ ആരംഭിച്ച സാഹചര്യത്തിലാണ് അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഷിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്ന കാര്യമൊക്കെ അവർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ജിതിൻ ഉൾപ്പെടെയുള്ളവർ ആ സംഭവ സ്ഥലത്തുണ്ടല്ലോ. ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നിസ്സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. നേരത്തെ തന്നെ ആലോചിച്ചതാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യമൊക്കെ. പക്ഷേ ഇനിയും അതിന്റെ ആലോചനകൾ മാത്രം നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇപ്പോൾ എന്താണ്? രേണുക, തീർച്ചയായും കുടുംബം ആ രീതിയിൽ വലിയ തോതിലുള്ള നിരാശയിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ ലോറിയുടെ വസ്തുക്കളൊക്കെ കിട്ടുന്നു. അതോടൊപ്പം ഇന്ന് നടത്തുന്ന തെരച്ചിലിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തായാലും ഈ ലോറി ഈ കയർ ഇതിനുപയോഗിച്ച മരം കെട്ടാൻ ഉപയോഗിച്ച കയർ ഇപ്പോൾ നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ലോറിക്ക് തൊട്ടരികിൽ തന്നെ ഈ തെരച്ചിൽ സംഘം, അതായത് രക്ഷാ ദൗത്യ സംഘം ഉണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു ലോറി കൂടി അപകടത്തിൽപ്പെട്ടതിന്റെ ഭാഗങ്ങളും ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അർജുന്റെ ലോറിയുടെ വസ്തുക്കൾ കിട്ടുമ്പോൾ തന്നെ അതല്ലാത്ത രീതിയിലുള്ള ലോറിയുടെ വസ്തുക്കളും ഇതേ സ്ഥലത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഏതായാലും കുടുംബം ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ തെരച്ചിൽ ഊർജിതമായി നടത്തി ഇതിന് ഒരു ഉത്തരം കിട്ടണം. അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഏതായാലും അതിനുള്ള ചെറിയ ചെറിയ തെളിവുകളൊക്കെ ഇപ്പോൾ ഈ ലോറി അപകടത്തിൽപ്പെട്ട സ്ഥലം, ആ സ്ഥലത്ത് നടത്തുന്ന പരിശോധന, അത് ചുറ്റുമായി നടത്തുന്ന പരിശോധനയിലൊക്കെ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇനിയും വരുന്ന മണിക്കൂറുകളും വളരെ നിർണായകമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ജിതിൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമുക്ക് അല്പസമയം അകത്ത് തന്നെ ഇതിൽ ഇനിയിപ്പോൾ നിലവിലെ ഒരു സാഹചര്യം നമുക്ക് തേടാവുന്നതാണ്. അത് എന്തായാലും നമുക്ക് നൽകാം. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ് രേണുക. തീർച്ചയായും എന്തായാലും